വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ. അവർ അവനോട് പറഞ്ഞു, യോഹന്നാൻ്റെ ശിഷ്യർ പലപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഫരിസേയരുടെ ശിഷ്യരും അങ്ങനെ തന്നെ. എന്നാൽ നിൻ്റെ ശിഷ്യർ തിന്നുകുടിച്ച് നടക്കുന്നു. യേശു അവരോട് മറുപടി പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തോഴരെ കൊണ്ട് ഉപവസിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്നാൽ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു. ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല, പുതിയ കഷണം പഴയതിനോട് ചേരാതെയും വരും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കേണ്ടത്. പഴയ വീഞ്ഞ് കുടിച്ച ഒരുവനും പുതിയത് ഇഷ്ടപ്പെടുകയില്ല. പഴയതാണ് മെച്ചമെന്നല്ലേ പറയുന്നത്. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഉപവാസത്തെക്കുറിച്ചുള്ള തർക്കം ഒരു വിരുന്നിൻ്റെ പശ്ചാത്തലത്തിലാണ് യേശു തമ്പുരാൻ ഇവിടെ വിവരിക്കുന്നത്. യഹൂദരുടെയും യേശുവിൻ്റെയും വത്സല ശിഷ്യന്മാരുടെ ഉപവാസങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് സുവിശേഷത്തിൽ പരാമർശിക്കുന്നത്. ഈ വിവാദത്തിൻ്റെ ആധാരം അതാണ്. സ്നാപയോഹന്നാൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നു, മറ്റാളുകൾ ഉപവസിക്കുന്നു, എന്നാൽ നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല. അവർ തിന്നുകുടിച്ച് ആർത്ത് അട്ടഹസിച്ച് ഇങ്ങനെ നടക്കുകയാണ്. യേശുവും ശിഷ്യന്മാരും പാപികളോടും ചുങ്കക്കാരോടുമൊക്കെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ ഉള്ള അസൂയയിൽ ഫരിസേയർ ഇവിടെ പറയുകയാണ്, നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്തുകൊണ്ടാണ്? സ്നാപകൻ്റെ ശിഷ്യരും ഫരിസേയരും ആഴ്ചയിൽ 2 തവണ തിങ്കൾ, വ്യാഴം എന്നീ ദിവസങ്ങളിൽ ഉപവസിക്കുന്നു. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നാം കാണുന്നുണ്ട്. 2 ദൃഷ്ടാന്തങ്ങളും ഒരു പഴമൊഴിയും കൊണ്ട് യേശു അവരെ നേരിടുകയാണ്. യേശു ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന രക്ഷയുടെ നവയുഗത്തിൻ്റെ വെളിച്ചത്തിൽ ഇതിനെ നാം കാണണം. കർത്താവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല എന്ന പ്രശ്നം വിലയിരുത്തണം. ശിഷ്യന്മാരുമൊത്ത് കഴിഞ്ഞുകൂട്ടുന്ന കാലം കർത്താവിൻ്റെ പരസ്യ ജീവിതമാണ്. ഒരു കല്യാണ വിരുന്നിൻ്റെ കാലഘട്ടത്തിൻ്റെ തുല്യതയാണ് ഇവിടെ യേശു തമ്പുരാൻ എടുത്തു പറയുന്നത്. യേശുവാണ് മണവാളൻ, ശിഷ്യന്മാർ മണവാളൻ്റെ തോഴരും. വിവാഹ ആഘോഷവേദകളിൽ അതിഥികൾ ഉപവസിക്കേണ്ടതില്ല, ഉപവസിക്കാറില്ല. എന്നാൽ യേശു ഉപവാസത്തിന് എതിരല്ല. 40 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ നടത്തിയതിന് ശേഷമാണ് തൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരുന്നത്. മണവാളൻ രംഗത്ത് നിന്ന് മാറിക്കഴിയുമ്പോൾ
ശിഷ്യന്മാർ ഉപവസിക്കും. ഉപവാസം എന്ന മത ആചരണം അപഗ്രഥിക്കുവാനും തനിമ വീണ്ടെടുക്കുവാനും യഥാർത്ഥ ചൈതന്യം വീണ്ടെടുക്കുവാനും ഈശോ ഇവിടെ ശ്രമിക്കുകയാണ്. എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും യേശുവിൽ നവീകരിക്കപ്പെടണം, അതിൽ അർത്ഥം കണ്ടെത്തുവാൻ കഴിയണം. ഇക്കാര്യം പുതിയ വസ്ത്രത്തിൻ്റെയും പുതിയ വീഞ്ഞിൻ്റെയും ദൃഷ്ടാന്തങ്ങൾ വഴി സംശയലേശമെന്നേ യേശു വിശദമാക്കുകയാണ്. യേശുവിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദൈവരാജ്യം എന്ന യാഥാർത്ഥ്യം കാലഹരണപ്പെട്ടതും കേവലം അനുഷ്ഠാന മാതൃകയും തികച്ചും പ്രകടനാത്മകമായ ഒരാചാരവും ഭക്തി എന്നിവയുടെ ഒരു തരത്തിലും പൊരുത്തപ്പെടുകയില്ല എന്ന് ഈശോ സ്ഥാപിക്കുകയാണ്. അത് പുതിയ വീഞ്ഞാണ്, പഴയ വീഞ്ഞാണ് മെച്ചമായത് എന്ന് പറഞ്ഞ് നിസ്സംഗരായിരുന്നാൽ പോരാ. ഫരിസേയർ പറയുന്നത് പോലെയും ജീവിക്കുന്നത് പോലെയും മോശയുടെ നിയമത്തിൽ അടിസ്ഥാനമായ മതപാരമ്പര്യം യഹൂദമതം പഴയ വീഞ്ഞിനെ സൂചിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഈശോയുടെ കാലത്ത് സമാഗതമായ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പുതിയ വീഞ്ഞ് ഉൾക്കൊള്ളുവാൻ മനുഷ്യർ പുതിയ തോൽക്കുടമാകണം. പുതിയ തുണിക്കഷ്ണം തുന്നിച്ചേർക്കാതെ വസ്ത്രവും പുതിയതാകണം. പഴയ വസ്ത്രത്തിൽ പുതിയ കഷണം തുന്നിച്ചേർത്താൽ നിൽക്കില്ല. അതേപോലെ പഴയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ വയ്ക്കാനുള്ളതല്ല. ഓരോന്നിനും അതിൻ്റേതായ കപ്പാസിറ്റി ഉണ്ട്. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ പഴയതിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആ പാത്രം പൊളിഞ്ഞു പോകുവാൻ, നഷ്ടപ്പെടുവാൻ ഇടയാകും എന്നുള്ളതാണ് സൂചന. യേശു പ്രഘോഷിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ നവസുവിശേഷം സ്വീകരിച്ചാൽ നമുക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല. ഇല്ല എന്ന് വരികിൽ നാശമാകും അതിൻ്റെ ഫലം. അനുതാപത്തിലൂടെ അനുരഞ്ജനം പ്രാപിക്കുവാൻ, ഫലം പുറപ്പെടുവിക്കുവാൻ ഈശോ ക്ഷണിക്കുകയാണ്. ഗുണപരമായ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകണം എങ്കിൽ നമ്മുടെ വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ വന്നുപോയ കുറവുകൾക്ക് അനുതാപത്തിലൂടെ അനുരഞ്ജനം പ്രാപിക്കുവാൻ നമുക്ക് കഴിയണം. പാപബോധവും പശ്ചാത്താപവും നഷ്ടപ്പെട്ടു വരുന്ന മനുഷ്യ സമൂഹത്തിൽ ദൈവത്തിൽ നിന്നുള്ള അകൽച്ച, മനുഷ്യരിൽ നിന്നുള്ള അകൽച്ച, മനസാക്ഷിയിൽ നിന്നുള്ള അകൽച്ച, ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള അകൽച്ച നമ്മെ പാപത്തിലേക്ക് നയിക്കും എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവവുമായും മനുഷ്യരുമായും മനസാക്ഷിയുമായും ഈ പ്രപഞ്ചവുമായും ഐക്യപ്പെട്ട് ജീവിക്കുവാൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുകയാണ്. ഗുണപരമായ മാറ്റങ്ങൾ നമ്മിൽ സംഭവിക്കണം. അതിന് നാം പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ സൂക്ഷിക്കുന്നവരായി, വസ്ത്രം പുതുതായി നിർമ്മിച്ചതായി നാം കാണണം. ഇല്ല എന്ന് വരികിൽ പഴമയിൽ അത് നിലനിൽക്കുകയില്ല. ആചാരങ്ങളിൽ സംതൃപ്തി കണ്ടെത്തി ജീവിതത്തിന് അർത്ഥം കണ്ടെത്താതെ ക്രിസ്തു കേന്ദ്രീകൃതമായ സുവിശേഷ ജീവിതം നയിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. വിവാഹവിരുന്ന് ആനന്ദദായകമായ ഒന്നാണ്. ക്രിസ്തീയ ജീവിതം ആനന്ദത്തിൻ്റെയും പ്രത്യാശയുടേതുമായ ജീവിതമാണ്. അതോടൊപ്പം അത് കുരിശിൻ്റെ ജീവിതം കൂടിയാണ്. കുരിശെടുത്ത്
മുമ്പേ നടക്കുന്ന കർത്താവിനെ നോക്കി ധൈര്യത്തോടെ പ്രത്യാശയോടെ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണം. ഈ ഉപമകളിലൂടെയെല്ലാം തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പഴയതിൻ്റെ പൂർത്തീകരണമാണ് പുതുമയിൽ നാം കാണുന്നത്. പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിൽ നാം കാണുന്നത്. പ്രവാചകന്മാരിലൂടെയൊക്കെ സംസാരിച്ചതായ കാര്യങ്ങളാണ്. പ്രവാചകന്മാരുടെ തലവനായ യേശുക്രിസ്തു എന്ന പ്രവാചകൻ നമുക്ക് തൻ്റെ ജീവിതത്തിലൂടെ എടുത്തു കാണിച്ചു തന്നിട്ടുള്ളത്. ഈ ജീവിതത്തെയൊക്കെ പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിച്ച ഒരു വ്യക്തിത്വത്തെയാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. ഷനോവ് ഡെ സാലസ് 1567 ഓഗസ്റ്റ് മാസം 21 ഫ്രാങ്കോ പ്രഭുവിൻ്റെയും ഫ്രാൻസിഡ് അമ്മയുടെയും മകനായിട്ട് ജനിക്കുകയാണ്. അദ്ദേഹം ജനിച്ചപ്പോൾ പ്രീമച്വറായിട്ടാണ് ജനിക്കുന്നത്. പൂർണ്ണ വളർച്ചയെത്താത്ത ഒരു പ്രസവമായിരുന്നു. അതുകൊണ്ട് ആ കുഞ്ഞിന് പ്രത്യേകമായ പരിചരണം നൽകിയാണ് വളർത്തിയത്. അതിനാൽ തന്നെ ജനിച്ചതിൻ്റെ അടുത്ത ദിവസം ആ കുഞ്ഞ് ജീവിച്ചിരിക്കുമോ എന്നുള്ള സംശയമുണ്ടായിരുന്നതിനാൽ പിറ്റേ ദിവസം തന്നെ ആ കുഞ്ഞിന് മാമുദിസ നൽകി ഫ്രാൻസിസ് എന്ന പേര് നൽകുകയാണ് ഉണ്ടായത്. 8ാമത്തെ വയസ്സിൽ അനസിയിലെ കോളേജിൽ ചേർന്ന് പഠനം തുടർന്നു. പഠനകാലത്ത് ഫ്രാൻസിസ് ദൈവശുശ്രൂഷയ്ക്ക് സ്വയം സമർപ്പിച്ചു. പുത്രൻ്റെ ഭാവിയെക്കുറിച്ച് വ്യത്യസ്തമായ ആഗ്രഹമായിരുന്നു പിതാവിനുണ്ടായിരുന്നത്. 14ാമത്തെ വയസ്സിൽ ഉപരിപഠനത്തിനായി പാരീസ് സർവകലാശാലയുടെ കീഴിലുള്ള ക്ലെയർമോണ്ട് കോളേജിൽ ചേർന്നു. തത്വചിന്ത, ദൈവശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ നല്ല പാണ്ഡിത്യം നേടി. പിതാവിൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം കുതിരസവാരിയും നൃത്തവുമൊക്കെ അഭ്യസിച്ചു. 18ാമത്തെ വയസ്സിൽ അതിശക്തമായ ഒരാത്മീയ പരീക്ഷണത്തെ നേരിടേണ്ടതായിട്ട് വന്നു. തൻ്റെ സ്നേഹത്തിന് താൻ അർഹനാണോ എന്ന്, അതായത് ദൈവം നൽകിയ ആ സ്നേഹത്തിന്, ഈ ലോകത്തിലേക്ക് കടന്നു വന്ന നിമിഷം മുതൽ അന്നുവരെ ദൈവം നൽകിയ സ്നേഹത്തിന് താൻ അർഹനാണോ എന്ന ഒരു സംശയം അദ്ദേഹത്തിനുണ്ടാവുകയാണ്. ഒരിക്കലും ആത്മസാക്ഷാത്കാരം നേടാനല്ല എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ആത്മസാക്ഷാത്കാരം നേടാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിന് അർഹനായിത്തീരുന്നത്? അങ്ങനെയുള്ള സംശയങ്ങൾ എല്ലാവരിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പഠനകാലഘട്ടത്തിൽ, പ്രവർത്തന കാലഘട്ടത്തിൽ ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയം തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സുസാധ്യമാണ്. ദൈവത്തിന് സാധ്യമല്ലാത്തത് ഒന്നുമില്ല. സർവശക്തനായ അവിടുന്ന് എല്ലാം നന്മയ്ക്ക് വേണ്ടി ചെയ്തു തരുന്ന വ്യക്തിയാണ്. ആ കാരണത്താൽ യേശുവിൽ ശുഭാപ്തി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. പരീക്ഷണഘട്ടത്തിൽ തന്നെ ആശ്രയിക്കുകയല്ല വേണ്ടത്, സ്വയം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് എന്ന് ഫ്രാൻസിസ് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു ജീവിതം നയിച്ച്, എന്താണ് തമ്പുരാനെ നീ എന്നോട് ആവശ്യപ്പെടുന്നതെന്ന് വ്യക്തിപരമായി ചോദിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. 24ാമത്തെ വയസ്സിൽ അദ്ദേഹം പാദുവ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി. പഠനകാലത്ത് പൗരോഹിത്യത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുകയും കപ്പൂച്ചൻ സന്യാസ സഭയിൽ ചേർന്ന് അസീസിയിലെ ഫ്രാൻസിസിനെ പോലെ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്തിൽ അദ്ദേഹം മുമ്പോട്ട് വരികയാണ്. ബ്രഹ്മചര്യം
നിഷ്ഠയോടെ പാലിക്കുവാൻ ഉറച്ച തീരുമാനമെടുത്തപ്പോൾ മനുഷ്യരെയും ദൈവത്തെയും സേവിച്ച് വിനീത ജീവിതം നയിക്കുവാൻ ഫ്രാൻസിസ് ഡി സെയിൽസ് ആത്മാർത്ഥമായി പരിശ്രമിക്കുകയാണ്. അതിനാൽ തന്നെ ഫ്രാൻസിസിന് സമീപത്തുള്ള ഒരു പ്രഭു കുടുംബത്തിൽ നിന്ന് ഒരു വിവാഹ ആലോചന തൻ്റെ സ്വന്തം പിതാവ് കൊണ്ടുവന്നു. വിവാഹാലോചന നിരസിക്കേണ്ടി വന്നു. വിദ്യാഭ്യാസവും സ്വഭാവ മഹിമയുമുള്ള ഫ്രാൻസിസിനെ ജനീവ കത്തീഡ്രലിലെ മുഖ്യ വൈദികനാക്കുവാൻ ജനീവ മെത്രാൻ ഗ്രാനിയർ തീവ്രമായി ആഗ്രഹിച്ചു. ഫ്രാൻസിസിന് വൈദികാഭിഷേകം നൽകാൻ അനുവാദം ചോദിച്ചുകൊണ്ട് ജനീവ മെത്രാൻ മാർപ്പാപ്പയെ സമീപിച്ചു. 1593 ഡിസംബറിൽ ഫ്രാൻസിസിന് വൈദിക പട്ടം ലഭിച്ചു. തീഷ്ണതയോടെ വൈദിക ശുശ്രൂഷ തുടർന്നു. അതിനുശേഷം പ്രസംഗിച്ചും അനേകരെ മാനസാന്തരപ്പെടുത്തിയും അദ്ദേഹം ജീവിച്ചു. ഫ്രാൻസിലെ പല ഭാഗങ്ങളിലും അതിശക്തമായ പ്രോട്ടസ്റ്റൻ്റ് അഭിനിവേശം വിശ്വാസത്തിൽ പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. തീഷ്ണമതികളായ മിഷണറിമാരെ അവിടേക്ക് അയക്കുവാൻ ഭരണാധികാരികളോട് ഫ്രാൻസിസ് ഡി സെയിൽസ് ആവശ്യപ്പെടുകയാണ്. കത്തോലിക്ക തിരുസഭയ്ക്ക് നേരെയുണ്ടായ പ്രോട്ടസ്റ്റൻ്റ് വെല്ലുവിളിയെ ഫ്രാൻസിസ് സധൈര്യം നേരിട്ടു. കർത്താവിൽ തീവ്രമായി പ്രത്യാശ അർപ്പിച്ച് ഏതാനും സഹപ്രവർത്തകരോടൊത്ത് തോനോണിലും സമീപ പ്രദേശങ്ങളിലും കാൽനടയായി സഞ്ചരിച്ച് അദ്ദേഹം സുവിശേഷം പ്രഘോഷിച്ചു. കാര്യമായ പ്രതികരണം ഉണ്ടാകാത്തപ്പോഴും നിരാശ കൂടാതെ അധ്വാനിച്ച് പ്രത്യാശയോടുകൂടി അദ്ദേഹം ജീവിച്ചു. നിരാശയിൽ പ്രത്യാശ കാത്തു സൂക്ഷിക്കുവാനുള്ളവനാണല്ലോ ഒരു ക്രൈസ്തവൻ. പകൽ മുഴുവൻ ചുറ്റി നടന്ന് പ്രസംഗിച്ചു. സുവിശേഷ പ്രസംഗം കഴിഞ്ഞ് ഒരു ദിവസം മടങ്ങി വരുമ്പോൾ ചെന്നായ്ക്കൾ അദ്ദേഹത്തെ ആക്രമിക്കുകയാണ്. അടുത്ത് കണ്ട വൃക്ഷത്തിൽ കയറി ഫ്രാൻസിസ് രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ ഏതാനും കർഷകർ ഫ്രാൻസിസിനെ രക്ഷപ്പെടുത്തുകയാണ്. അവരുടെ താമസ സ്ഥലത്ത് കൊണ്ടുപോയി ശുശ്രൂഷിച്ചു. പ്രസംഗങ്ങളിൽ ഫ്രാൻസിസ് ആരെയും കുറ്റപ്പെടുത്തുകയോ ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്തുകയോ ചെയ്തിരുന്നില്ല. വിനയത്തോടെ സുവിശേഷ സത്യങ്ങൾ വിവരിച്ചു കൊടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സുവിശേഷ തത്വങ്ങൾ വളരെ ലളിതമായി എഴുതി തയ്യാറാക്കിയ ലഘുലേഖകൾ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും അദ്ദേഹം വിതരണം ചെയ്തു. ജനീവ മെത്രാൻ ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിച്ചപ്പോൾ സഹായ മെത്രാനെ റോമിൽ ആവശ്യപ്പെടുകയും പരിശുദ്ധ പിതാവ് ക്ലെമൻ്റ് എട്ടാമൻ ഫ്രാൻസിസിനെ സഹായമെത്രാനായി നിയോഗിക്കുകയും ചെയ്തു. ജനീവയിൽ 1602 ഡിസംബർ 8 ജനീവ മെത്രാനായി ഫ്രാൻസിസ് വാഴിക്കപ്പെട്ടു. സുവിശേഷങ്ങളിൽ ഭദ്രാസനങ്ങളിലെ പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം ഏകോപിപ്പിച്ചു. പ്രശ്നങ്ങളെ തന്മയത്വവും ശാന്തമായും കൈകാര്യം ചെയ്തു. കോപം കൊണ്ടെന്നതിനേക്കാൾ ശാന്തത കൊണ്ട് ആത്മാക്കളെ നേടാമെന്ന് ഫ്രാൻസിസ് ചിന്തിച്ചു. ദൈവപിതാവിൻ്റെ ശാന്തതയും കാരുണ്യവും ഫ്രാൻസിസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വാധീനിച്ചു. പ്രസന്നതയും ശാന്തതയും കാരണം മാന്യനായ വേദപാരംഗതൻ എന്ന പേര് ഫ്രാൻസിസിന് ലഭിച്ചു. സഹനം കൂടാതെ വിശുദ്ധിയില്ലെന്ന് ഫ്രാൻസിസ് വ്യക്തമാക്കിയിരുന്നു. കത്തോലിക്ക പ്രസ്സുകളുടെ മധ്യസ്ഥനായി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയാണ്. സാധാരണക്കാരുടെ ആത്മീയ നേതാവായും
ഫ്രാൻസിസ് അറിയപ്പെടുന്നു. ഫ്രഞ്ച് സാഹിത്യകാരന്മാരിൽ സമുന്നതനായ സ്ഥാനം ഫ്രാൻസിസ് അലങ്കരിച്ചിരുന്നു. ഭക്തിമാർഗ പ്രവേശിക, ദൈവസ്നേഹം, ദൈവത്തെപ്പറ്റിയുള്ള ഉപദേശങ്ങൾ എന്നിവ ഫ്രാൻസിസിൻ്റെ പ്രൗഢ ആധ്യാത്മിക ഗ്രന്ഥങ്ങളാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വലിയ ഒരു ഭക്തനായിരുന്നു ഫ്രാൻസിസ് ഡി സെയിൽസ്. വലിയ വിശ്വാസ പ്രതിസന്ധികളിൽ ജപമാല ചൊല്ലി ഫ്രാൻസിസ് പ്രാർത്ഥിച്ചിരുന്നു. മരണസമയത്ത് നിർബന്ധമായും ജപമാല കയ്യിൽ കൊടുക്കണമെന്ന് ഫ്രാൻസിസ് പറഞ്ഞിരുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എപ്പോഴും യാചിച്ചിരുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആത്മീയ ജീവിതം നയിക്കുവാൻ എല്ലാവരെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. പുരോഹിതന്മാരുടെ രാജ്ഞിയാണ് പരിശുദ്ധ അമ്മ. യേശുവാകുന്ന പുരോഹിതനെ പരിശീലിപ്പിച്ച വന്യഗുരുഭൂതയാണ് പരിശുദ്ധ അമ്മ. ആ കാരണത്താൽ വചനം മാംസമെടുക്കുന്ന ഓരോ വ്യക്തിയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത അപേക്ഷിക്കുമ്പോൾ അമ്മയുടെ മധ്യസ്ഥത അപേക്ഷിച്ചിട്ടുള്ള ഒരുവരെയും ഉപേക്ഷിച്ചതായി ഈ ലോകത്തിൽ കേട്ടിട്ടില്ല. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഇപ്പോഴും എപ്പോഴും നമ്മുടെ മരണസമയത്തും നമുക്ക് ഒരു വലിയ കോട്ട തന്നെയാണ്. ആ കാരണത്താൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത എപ്പോഴും അപേക്ഷിക്കുന്ന ഒരു വ്യക്തിയായി വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസ് ജീവിച്ചുവെങ്കിൽ ഇത് നമുക്കൊക്കെ ഒരു വലിയ മാതൃകയാണ്. അമ്മയുടെ മധ്യസ്ഥത അപേക്ഷിച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുമ്പോൾ നിശ്ചയമായും പരിശുദ്ധ അമ്മ തമ്പുരാൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത അപേക്ഷിക്കുവാനും തിരുക്കുമാരനോട് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ അർത്ഥപൂർണമായി നിറവേറ്റിത്തരുവാനും നമുക്കൊരമ്മയുണ്ട്. സ്വർഗത്തിൽ നിന്നുള്ള ആ ഒരു വലിയ സന്തോഷം നമ്മെ സഹായിക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസ് സ്ഥാപിച്ച സന്യാസ സമൂഹത്തിന് ഓർഡർ ഓഫ് ദി വിസിറ്റേഷൻ ഓഫ് ഹോളി മേരി എന്ന പേരാണ് നൽകിയത്. ഓർഡർ ഓഫ് ദി വിസിറ്റേഷൻ. ഇളയമ്മയായ എലിസബത്തിനെ സന്ദർശിക്കുവാൻ പരിശുദ്ധ അമ്മ പോകുന്നുണ്ടല്ലോ. ഓരോ വിസിറ്റേഷനും തമ്പുരാനെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് മറ്റുള്ളവരുള്ള ദൈവസാന്നിധ്യം അംഗീകരിച്ചുകൊണ്ട് അവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ, അവരുടെ പ്രവർത്തന മേഖലകളിലേക്ക് കടന്നു ചെല്ലുവാൻ നമ്മിലെ ദൈവസാന്നിധ്യം, അപരനിലെ ദൈവസാന്നിധ്യം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മെ നിർബന്ധിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സമൂഹത്തെ ഓർഡർ ഓഫ് ദ വിസിറ്റേഷൻ ഓഫ് ഹോളി മേരി, പരിശുദ്ധ അമ്മ ഇളയമ്മയെ സന്ദർശിച്ചതുപോലെ, കാനായിലെ കുടുംബത്തെ സന്ദർശിച്ചതുപോലെ, കാൽവരിയിലും കാലിത്തൊഴുത്തിലും യേശുവിനോടൊപ്പമായിരുന്നതുപോലെ, കുരിശിൽ നിറക്കിയ മകൻ്റെ മൃതശരീരം അമ്മയുടെ മടിയിൽ കിടത്തിയതുപോലെ പ്രത്യാശയോടുകൂടി തമ്പുരാനോടുകൂടി ആയിരിക്കുവാൻ ഉള്ള ഒരു സമൂഹത്തെയാണ് അദ്ദേഹം രൂപപ്പെടുത്തിയത്. 1622 ഡിസംബർ 28 ഫ്രാൻസിസ് ഡി സെയിൽസ് നിത്യ സൗഭാഗ്യത്തിനായി കടന്നുപോയി. 1871 നവംബർ മാസം 16-ാം തീയതി 9-ാം പിയൂസ് മാർപ്പാപ്പ വിശുദ്ധ ഫ്രാൻസിസ് സാലസിനെ വേരപാതകനായി പ്രഖ്യാപിച്ചു. അത്ര പാരവശ്യത്തോടു കൂടിയാണ് തമ്പുരാൻ്റെ സുവിശേഷം അദ്ദേഹം പ്രഘോഷിച്ചത്. പരിശുദ്ധയമ്മയുടെ പ്രത്യേക ഭക്തനായിരുന്ന അദ്ദേഹം വാസ്തവത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗീയ വിരുന്നിൻ്റെ ആ പശ്ചാത്തലത്തിൽ മണവാളനോടുകൂടി ആയിരുന്നു കൊണ്ട് തോഴ്മക്കാരായി ജീവിക്കുവാൻ കഴിയുമ്പോൾ നമ്മുടെ കടമകൾ നിറവേറ്റിക്കൊണ്ട് സംതൃപ്തിയോടെ ജീവിക്കുന്ന വ്യക്തികളായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥത നമുക്കേവർക്കും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.